കൊല്ലം കോർപ്പറേഷനിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 21 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത്. ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ദിന്നി അടക്കം മത്സരരംഗത്തുണ്ട്. വികസിത കൊല്ലം അഴിമതിരഹിത ഭരണം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചായിരുന്നു കൊല്ലം കോർപ്പറേഷനിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിഭവശേഷി വിനിയോഗിക്കുന്നതിൽ കൊല്ലം കോർപ്പറേഷൻ പരാജയമാണെന്നും വികസിത കൊല്ലം ബിജെപി ഉറപ്പു നൽകുന്നുവെന്നും മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വികസനത്തിൻ്റെ വ്യക്തമായ നയരേഖയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സംശുദ്ധമായ ഭരണം, അതായത് ഒരു നല്ല പൊളിറ്റിക്സ് കാഴ്ചവെക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. ആദ്യഘട്ടത്തിൽ 21 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ദിന്നി, ജില്ലാ സെക്രട്ടറി ശൈലജ, യുവമോർച്ച നേതാവായിരുന്ന പ്രണവ് താമരക്കുളം ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ 6 സീറ്റുകളാണ് ബിജെപിക്കുള്ളത്. കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലെ വികസന മുരടിപ്പ് തന്നെയാണ് ബിജെപി ഉയർത്തിക്കാട്ടുന്നത്. ഉടൻ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നും ബിജെപി നേതൃത്വം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊല്ലം.